അന്നിപ്പോഴും ഞങ്ങൾ ഓർത്തു, ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെ എടുക്കാൻ, ഇത്രയും വലിയ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും മാറാത്തതാണെങ്കിൽ പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഞാൻ ആ പേപ്പർ കളഞ്ഞില്ല. അതെങ്ങനെയോ എൻ്റെ ബാഗിൽ എവിടെയോ ഇരുന്നു. ഞാനത് വിചാരിച്ചു പോലും ഇല്ല. പക്ഷേ പലരും എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്നു മാതാവിൻ്റെ. ഇത് പ്രാർത്ഥിച്ചിരുന്ന് ഈ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചിരുന്ന് ഇതങ്ങ് മാറും. കാരണം ഒരു മരുന്നിനും എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഡോക്ടറിനും എന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു വലിയ ഭക്തിയായിലായിരുന്നു ഞാൻ വളർന്നു വന്നതും ഞാൻ ജീവിച്ചതും ഞാൻ എൻ്റെ ജോലിയിൽ കയറിയതും എല്ലാം എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അമ്മയെന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ സ്വർഗത്തിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മയായിരുന്നു. അതുകൊണ്ട് ആ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവസാനം ഒരു രക്ഷയില്ലാതെ, ഞാനിതൊന്നും വിചാരിച്ചില്ല. പിന്നെ ഞാൻ റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ചു വരുന്നത് ഒരു വീൽ ചെയറിലാണ്. 15 വർഷം കുവൈറ്റിൽ ജോലി ചെയ്തിട്ട് വീൽ ചെയറിൽ തിരിച്ചു വന്ന ആളാണ് ഞാൻ. കൊച്ചി എയർപോർട്ടിൽ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ ഇറങ്ങി നിൽക്കാൻ എനിക്ക് താഴോട്ട് ഇറങ്ങി ആ വീൽ ചെയറിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലോട്ട് കയറാൻ പറ്റത്തില്ല. എൻ്റെ പിള്ളേരൊന്നും കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഇറങ്ങി വണ്ടിയിലോട്ട് കയറിയപ്പം തന്നെ പെട്ടെന്ന് ഇത്രയും യാത്ര ചെയ്തപ്പോൾ ഞാൻ അവിടെ തന്നെ വീണു, തല ഇറങ്ങി വീണു. പിന്നെ പപ്പ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക് കയറി. ഹോസ്പിറ്റലിൽ എനിക്ക് മെഡിസിൻ തന്നപ്പോൾ അത് അന്നേരപ്പോഴേ അലർജി അടിച്ചു. അവർ പറഞ്ഞു, ഈ മെഡിസിൻസൊക്കെ ഇയാൾക്ക് അലർജി ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അലർജിയാണ്, എന്നാലും നിങ്ങൾ എനിക്ക് തന്നോ, എനിക്ക് ഈ വേദനയൊന്ന് കുറയണമെന്ന് പറഞ്ഞു.